സിനിമയിലെ വയലൻസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടനും സംവിധായകനുമായ പൃഥ്വിരാജ്. ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വി. എന്റെ സിനിമകളിൽ ഏതെങ്കിലും രീതിയിൽ വയലൻസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൂസിഫർ, ബ്രോ ഡാഡി, എമ്പുരാൻ ഈ 3 സിനിമകൾ മാത്രമാണ് ഞാൻ സംവിധാനം ചെയ്തത്. സമൂഹത്തിലെ വയലൻസ് ചർച്ചയാകുമ്പോഴെല്ലാം കാലാകാലങ്ങളായി സിനിമ ടാർഗറ്റ് ചെയ്യാറുണ്ട്. സിനിമയിലാണ് മാറ്റം വരേണ്ടത് എന്നും സിനിമയാണ് മാറേണ്ടത് എന്നൊക്കെ പലരും എളുപ്പത്തിൽ പറയുന്നുണ്ട്. സിനിമയ്ക്കെതിരെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ആക്ടേഴ്സോ സിനിമയിലെ മറ്റുള്ളവരോ അതിനെതിരെ പ്രതികരിക്കുന്നത് കുറവാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നും ഇതിന് ഇങ്ങനെ ഒരു വശം കൂടെയുണ്ടെന്നും പലരും പറയാറില്ല. സിനിമ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. സിനിമ ഒരു സേഫറ്റ് ടാർഗറ്റ് ആക്കുന്നു. അത് വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു സിനിമയുടെ സെൻസറിങ്ങിനായി പോകുമ്പോൾ പുകവലി, മദ്യപാനത്തിന് മുന്നറിയിപ്പ് നൽകണമെന്നും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് 1.5 മിനിറ്റോളം വരുന്ന ഒരു ബോധവൽക്കരണ വീഡിയോ വെക്കണമെന്നും ആവശ്യപ്പെടാറുണ്ട്. സിനിമ ഒരു പൊതുമാധ്യമമായതുകൊണ്ട് കൂടിയാണ് സിനിമയുടെ തുടക്കത്തിലും ഇന്റർവെല്ലിന് ശേഷമുള്ള 2ാം പകുതിയുടെ തുടക്കത്തിലും 1.5 മണിക്കൂറോളം വരുന്ന പബ്ലിക് അവയറൻസ് വീഡിയോ പ്ലേ ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രൈം ടൈം ന്യൂസുകളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത്? ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രൈം ടൈം ന്യൂസുകൾ കാണുന്നില്ലേ? ചാനലുകളോട് എന്തുകൊണ്ടാണ് 1.5 മിനിറ്റ് വരുന്ന ഒരു പരസ്യം പ്രദർശിപ്പിക്കണം എന്ന് പറയാത്തത്? ഇത് സിനിമയ്ക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ. സിനിമ ഒരു സേഫ് ടാർഗറ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണവും അതാണ്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു സിസ്റ്റം അതാണ്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും, കാലാകാലങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പൃഥ്വിരാജ് പറഞ്ഞു.